Hi, my dear Vavval Makkal. Welcome to the Nattapadra video. I am your Batman agent. അപ്പോൾ ഇന്നത്തെ മെയിൻ വിഷയം വേടനെതിരെ വീണ്ടും സംഘ് ടീമുകൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു. വേടനെതിരെ NIAക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകി പാലക്കാട് നഗരസഭാ കൗൺസിലർ. അപ്പോൾ വിഷയം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള വേടൻ്റെ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഈ എന്താ പറയുക, ഈ മോഡിഫൈഡ് സാധനമല്ല, ഇതിൻ്റെ ഒരു ഓർഗാനിക് വേർഷൻ ഉണ്ട് ഈ പാട്ടിൻ്റെ. ആ ഓർഗാനിക് വേർഷൻ ഒരു 5 കൊല്ലം മുമ്പ് ഒരു വേദിയിൽ വേടൻ പാടിയ സമയത്ത് ഞാൻ അതവിടെ പ്ലേ ചെയ്യാം. കപടദേശവാദി നാട്ടിൽ മതജാതി വ്യാധി, തലവനില്ലാതി നാട് ചുറ്റിടാൻ നിന്റെ നികുതി, വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. ഇതാണ് ആ വരികൾ. ഓക്കെ, അപ്പോൾ ഇത് സംഘ് ടീം അല്ലെങ്കിലും കുറേ കാലമായിട്ട് ഇപ്പോൾ ഓടിപ്പിടിച്ചിറങ്ങിയിരിക്കുന്നത് നാട്ടിൽ വേറെ ആരുമില്ല, വേടനാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രീതിക്കാണ് ഇവരുടെ ഒരു പോക്ക് ഞാൻ കുറച്ച് കാലമായിട്ട് കാണുന്നത്. അതന്നെ ഇവരുടെ ഡൗട്ട് എന്താ അറിയോ, ഈ വേടനെ ഫണ്ട് ചെയ്യുന്നത് ഇവിടുത്തെ സുഡാപ്പികളാണ് എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് വന്നതോട് കൂടിയിട്ടാണ് ഇവർ ഈ പരിപാടി തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ വേടന് വേദി കൊടുക്കുന്നു, കേസ് ഇങ്ങനെ ആക്കുന്നു, അതൊന്നുമല്ല ഇവരുടെ ബേസിക് പ്രശ്നം. ഇവരുടെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ സുഡാപ്പി പാളയത്തിലെ ഒരു ചാരനാണോ എന്നാണ് ഇവരുടെ വിഷയം. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ വേടൻ്റെ കാര്യത്തിൽ പറയാം. വേടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു രാഷ്ട്രീയക്കാരൻ പാട്ട് പാടുന്നതാണ്, പാട്ടുകാരൻ രാഷ്ട്രീയം പറയുന്നതല്ല എന്ന് വേടൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വരി നീർനിലങ്ങളിൽ അടിമയാരുടമയാരെന്ന്, അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാട്ടിലെ ഏറ്റവും, അതാണ് എനിക്ക് പറയാനുള്ള ഒരു. എൻ്റെ അപ്പാപ്പനും എൻ്റെ അപ്പനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലാൻഡ് ഓണേഴ്സ് ആയിരുന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ കാലം ആയപ്പോൾ ഇത്രയധികം ലാൻഡ്സ് ഇല്ലാതെ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് പണിയെടുക്കുന്നതിൻ്റെ അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ വാടക വീട്ടിലാണ് താമസം. ഒരുപാട് ജനങ്ങൾ ഈ ഒരു ലാൻഡ് എന്ന് പറയുന്ന സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ജീവിതകാലം മുഴുവൻ പട്ടി പോലെ പണിയെടുത്ത് ഉழைച്ചിട്ടും ഒരു തുണ്ടുഭൂമി സ്വന്തമാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. എനിക്ക് ആ ഒരു വികാരം, എനിക്കും എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, എനിക്ക് ലാൻഡ് വേണമെങ്കിൽ സ്വന്തമായിട്ട്. എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലം എൻ്റേതാണെന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, കാരണം ഇത് നിന്റേതല്ല എന്ന് മാത്രം കേട്ടോളുന്നതാണ്. ഇത് നിന്റെ അല്ല, അത് നിന്റെ അല്ല, ഇത് നിന്റെ അല്ല. അപ്പൊ എന്റെ എന്താണുള്ളത്, ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ്. ബേസിക്കലി ഞാനൊരു റാപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ഞാൻ എന്നെ അങ്ങനെ കാണുന്നില്ല. ഞാനൊരു ഈ റാപ്പ് സീരിയറിക്കകത്ത് എനിക്കൊരു ജോലിയും ഇല്ല, ചെറുതായിട്ട് എഴുതും. പിന്നെ എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനും കൂടുതൽ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനൊക്കെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിനെനിക്ക് തുടക്കം ഇട്ടത് ഒരു പാട്ടിലൂടെയാണെന്നുള്ളത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പാട്ടിലൂടെ അല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പണിയെടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ എന്നെ പോലെ ഉണ്ടായിരുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ഞാൻ എന്റെ കോളനിയിലായിട്ടും പട്ടിണി കിടക്കുന്ന ഒരു പയ്യനായിരുന്നു ഞാൻ. അപ്പൊ ഞാനിപ്പോ പട്ടിണിയല്ല, എനിക്കിപ്പോ അങ്ങനത്തെ ഒരു 4 പയ്യന്മാരെ പ്ലീസ് എന്റെ കൂടെയുള്ള ഒരു 4 ആൾക്കാരെ എനിക്ക് ചോറ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് മനസ്സിലായത്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓപ്പർച്യൂണിറ്റീസ് തേടി നടന്ന് പറ്റാതിരുന്ന സമയത്ത് ഞാൻ എങ്ങനെയൊക്കെ എത്തിപ്പെട്ടു, ഒരുപാട് ആൾക്കാരുടെ സഹായം കൂടെ ഞാൻ എത്തിപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഇനി വരാനുള്ള ആൾക്കാർക്ക് ഒരു സഹായമായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു ക്രൂ തന്നെ വർക്ക് ആവുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇനി വരുന്ന ആർട്ടിസ്റ്റുകളെ സഹായിക്കുക, ഇനി പൊളിറ്റിക്സ് പറഞ്ഞു വരുന്ന ആർട്ടിസ്റ്റുകളെ സഹായിക്കുക. ബേസിക്കലി ഞാനൊരു രാഷ്ട്രീയക്കാരൻ പാട്ട് പാടുന്നതാണ്, പാട്ടുകാരൻ രാഷ്ട്രീയം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും വേടനൊരു കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. അതില് ഒരു പാർട്ടിയിൽ നിന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് അല്ല, മനുഷ്യന്റെ പൊളിറ്റിക്സ്. അത് എങ്ങനെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, ഇപ്പോഴത്തെ ഒരു യങ് ക്രൗഡ് ഈ പറഞ്ഞ വേടൻ്റെ നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് ഹിന്ദു, മുസ്ലിമും ക്രിസ്ത്യനും അടക്കം എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുണ്ട്, എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളുണ്ട്. അതായത് അടിച്ചമർത്തപ്പെട്ട സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ അത് വേടൻ്റെ പാട്ടിലൂടെ വരുമ്പോൾ ദാറ്റ്സ് വെരി സ്ട്രോങ്. മനസ്സിലായോ? ഇത് ചുമ്മാ വേടൻ്റെ പാട്ടിന് പോയിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ തുള്ളുക എന്നുള്ളൊരു ഫീല് നിങ്ങൾ രാഷ്ട്രീയക്കാർ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരം എന്നേ പറയാനുള്ളൂ. ഇവിടെ ഈ പാട്ടുകളിലൂടെ വേടൻ പറയുന്ന കൃത്യമായിട്ടുള്ള ഇവിടുത്തെ ഒരു സിനാരിയോ, ഇവിടുത്തെ സൊസൈറ്റിയിലെ ഒരു സിറ്റുവേഷൻ, അത് യൂത്ത് ഭയങ്കരമായിട്ട് ഏറ്റെടുക്കണമെങ്കിൽ, ഈവൻ യൂത്ത് ആണെങ്കിലും ഈ അടിമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈ ജാതിയിൽ
അടിസ്ഥാനം പറഞ്ഞാൽ അത് അധിഷ്ഠിതമായിട്ടുള്ളൊരു ആ സാധനമല്ല കേട്ടോ. ജാതിയുടെ അടിസ്ഥാനം വെച്ച് പറയുന്ന അടിമത്വമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന അടിമത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓഫീസിൽ, ഓക്കെ, മേലുദ്യോഗസ്ഥൻ, താഴുദ്യോഗസ്ഥൻ, പോലീസിലാണെങ്കിലും, നിങ്ങൾ എവിടെ സൊസൈറ്റിയിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോ, നമ്മുടെ വർക്ക് സ്പേസിലടക്കം നമ്മളൊരുമാതിരി അടിമകളെ പോലെയാണ്. സോ അതൊക്കെ അടിമത്വം തന്നെയാണ്. സോ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വരികളും പാട്ടുകളുമാണ് വേടൻ്റെ. ആൻഡ് ഡെഫിനറ്റ്ലി വേടനൊരു പ്രിവിലേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഇപ്പോൾ വേടനൊരു പ്രിവിലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഒരുപാട് ഈ പറഞ്ഞ ജാതിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ പേര് ആ രീതിയിൽ ഒരു പ്രിവിലേജ് കൊടുത്ത് വേടനെ കൊണ്ട് നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വേടൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന് ഒരുപാട് വിസിബിലിറ്റി ഉണ്ട്, വ്യൂവർ കൗണ്ട് ഉണ്ട്, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നവർ വേടനൊരു പ്രിവിലേജ് കൊടുത്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വേടനെ മാക്സിമം മിൽക്ക് ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള പരിപാടി തന്നെയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ വേടനെന്ന് മനസ്സിലാവാനായിട്ടൊന്നുമല്ല, വേടനെന്ന് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ളൊരു മനുഷ്യനുമാണ്. വേടൻ ആക്ച്വലി സൈലൻ്റ് ആവുന്നതും അല്ലെങ്കിൽ വേടൻ കണ്ണിങ് ആവുന്നതും ഇതൊക്കെ വേടൻ്റെ വളർച്ചയാണ്. ഓക്കെ, ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ എന്നുള്ളതിൽ തന്നെ ഉണ്ട് വേടൻ്റെ എല്ലാം. ഇപ്പം എന്താണെങ്കിലും വേടൻ അങ്ങനെ ഗ്രോയിങ് സ്ലോ, സ്റ്റഡി ആൻഡ് ബിഗ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കമ്മിങ് ടു ദിസ് എന്താ പറയുക, ഈ സംഘപരിവാറിൻ്റെ ഓരോ ഇങ്ങനത്തെ ഞുണ്ണാമുണ്ണി സാധനങ്ങൾ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം 2 ദിവസം മുമ്പ് തന്നെ ജനം TV-യിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച വേടൻ എന്നൊരു ന്യൂസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ വോയിസ് ഓഫ് വോയിസ്ലെസ്സിലെ ഈ പോയിന്റും മോദി എന്ന് പറഞ്ഞ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ ഇരുന്ന് പറയുന്നത് കേട്ടു. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ മക്കളെ, നരേന്ദ്രമോദിനെ എന്താ ഇവിടെ പറയാൻ പാടില്ലേ? കൺസ്ട്രക്റ്റീവായി വളരെ പോയിന്റ് വെച്ചിട്ട് പ്രൈം മിനിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വിമർശിക്കാം. അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? അതിന് മാത്രം ഇവിടുത്തെ സംഖ്യകൾക്ക് എന്താ അത്ര കൊള്ളാനുള്ളത്? അത് കൊള്ളാലോ. പ്രൈം മിനിസ്റ്ററാണ്, നരേന്ദ്രമോദിയാണ്, അയാളെ വിമർശിക്കാൻ പാടില്ല. എടോ, വിമർശിക്കേണ്ട ആവശ്യം വരും, വിമർശിക്കും. മനസ്സിലായോ? അതിന് നിങ്ങളിങ്ങനെ വാളും ചാടകവും പൊക്കി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആളുകൾ പിടിച്ചിങ്ങനെ കേസ് കൊടുക്കും? ഇതൊന്നുമല്ല. ഇതെന്താ വിഷയം ചെങ്കി, വേടൻ ഓൾറെഡി ഫെയിമാണ്. അപ്പം മിനി കൃഷ്ണകുമാർ BJP കൗൺസിലർക്ക് വേടനെതിരെ NIA-ക്കൊക്കെ ഒരു കേസ് ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ഫെയിം ആവാമല്ലോ, പാർട്ടിയിലൊരു മൈലേജും കിട്ടും. അതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തത്രപ്പാട് തന്നെയാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതേ ഫെയിമിൻ്റെ പങ്ക് പറ്റാൻ നടക്കുന്ന വേറൊരാളുണ്ട്, NR മധു, അറിയില്ലേ? നമ്മളെ മറ്റേയാളെ ശവ വർമ്മ. അയാൾ കുറേ ദിവസമായിട്ട് ഇരുന്ന് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മഴക്കാലമായതുകൊണ്ട് പല ക്ഷുദ്രജീവികളും തലപൊക്കും, കൂട്ടത്തിൽ വിഷകലയുണ്ട്. എന്തായാലും വിഷകലയിൽ പോകണോ അതോ NR മധുവിലേക്ക് പോകണോ? നമുക്ക് കൂടിയ വിഷകലയാണല്ലോ, വിഷകലയ്ക്ക് തന്നെ പോയേക്കാം. സമാജം അപമാനിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും തനതായ കലാരൂപം. ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? സർക്കാർ ഫണ്ട് ചെലവഴിച്ച്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്. അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവസരം ഉണ്ടാക്കണം, അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം. പഠിച്ച് മുന്നോട്ട് വന്ന് നല്ല രൂപത്തിൽ ജീവിച്ചു പോകാൻ അവരെ അനുവദിക്കാതെ അവർക്ക് കൊടുക്കുന്ന ഇതുപോലെ ചില വാക്കുകൾ, നിങ്ങൾക്ക് കോളനി എന്ന വാക്ക് മാറ്റി തരാം, അല്ല ഇനി ഞങ്ങൾ ആ വാക്ക് ഉപയോഗിക്കും, അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ നമുക്ക്? ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയാണ് മദ്യവും മയക്കുമരുന്നും സമാജത്തിൽ പ്രചരിക്കുന്നത്. പൊന്നെ, ആ മൈക്കിന് ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി കഴിയുന്ന ഓടിയിട്ടുണ്ടാവും, തൊപ്പിയൊക്കെ വെക്കുന്നുണ്ട് അതിനകത്ത്. മീൻസ് വിഷക്കല. ഓക്കെ, നിങ്ങളുടെയൊക്കെ വിഷയം എന്താ അറിയോ? നിങ്ങൾക്ക് ഒട്ടും ദഹിക്കുന്നില്ല വേടന് കിട്ടുന്ന ഒരു വിസിബിലിറ്റി. ആൻഡ് ഒരു പരിധി എന്നല്ല, മാക്സിമം എക്സ്പ്ലോയിറ്റേഷനാണ് വേടനെ ഈ സർക്കാരിൻ്റെ പരിപാടികൾക്ക് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്നത്.
അപ്പം അതിലൂടെ വേടനിലൂടെ ഓക്കെ കുറച്ച് വിസിബിലിറ്റി കൂടുതൽ യൂത്തിൻ്റെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുമെന്നുള്ളൊരു അതിഭീകരമായിട്ടുള്ളൊരു പേടി നിങ്ങൾക്ക് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അല്ലെങ്കിൽ ഇത് BJPയും കമ്മ്യൂണിസ്റ്റും കൂടി അറിഞ്ഞുള്ള അന്തർധാര സജീവമായിട്ടുള്ള പരിപാടി. കാരണം വേടനെ എതിർക്കുമ്പോഴും വേടന് വിസിബിലിറ്റി കിട്ടും. പിന്നെ BJP എതിർക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളും ഇവിടെ സക്സസ് ആണല്ലോ. നടീൻ്റെ ഷെഡീൻ്റെ കളർ പറഞ്ഞ സിനിമ അടക്കം നിങ്ങൾ സക്സസ് ആക്കി, എന്തിന് എമ്പുരാൻ വരെ നിങ്ങൾ സക്സസ് ആക്കി കൊടുത്തു. അപ്പം നിങ്ങൾ എന്തിൽ കൈവച്ചോ, നിങ്ങൾ എന്ത് എതിർത്തോ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൽ മലയാളികളുടെ ഒരു ട്രെൻഡാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് കൂടുതൽ ആ സംഗതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈസി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുണ്ട്, നിങ്ങൾ കൊണ്ടുപോയിക്കോ അവനെ, നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാം, കേസും സാധനമൊക്കെ ആയിട്ട് 10 സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഇവനെ ഒന്ന് വിമർശിക്കാം, അപ്പോൾ അവന് കൂടുതൽ വിസിബിലിറ്റി കിട്ടിക്കോട്ടെ, നിങ്ങൾ മാക്സിമം കൊണ്ടുപോയിക്കോളി. ഈ സ്കീമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് തോന്നുന്നത്. ഇത് കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പിടിച്ച് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും വിഷക്കലയ്ക്ക് മനസ്സിൻ്റെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ എന്തിനാണ് റാപ്പ് പാടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇല്ല, അവിടെ പോയിരുന്നിട്ട് ഹൊയ്യാഹൊയ് തിത്തിത്തര ഹൊയ്യാഹൊയ് എന്ന് പറയാം. ഇവിടുന്ന് വന്നടെ കുറ്റിയും പറിച്ച് മഴക്കാലത്ത് പൊത്തുന്നു. ഇത്ര കാലം എവിടെയായിരുന്നു, കുറേ കാലമായിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇനി അടുത്തൊരു വിഷജീവി സർട്ടിഫൈഡ് വോയസ് NR മധു. ഞാൻ പറയുന്നത് വേടൻ ഒരു ഇവിടുത്തെ പിന്നോക്ക ദളിത വിഭാഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജാതിരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്നു. അദ്ദേഹം സിറിയയ്ക്ക് വേണ്ടി പാടുന്നുണ്ട് അല്ലേ, ഒരു പ്രശ്നമില്ല. പാലസ്തീന് വേണ്ടി പാടുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സിറിയയ്ക്ക് വേണ്ടിയും പലസ്തീന് വേണ്ടിയും പാടുന്നത് കൊണ്ടും അത് ഇസ്രായേലിനെതിരെ ആവുന്നത് കൊണ്ടുമുള്ള ഒരു അസഹിഷ്ണുതയാണ് ആർക്കെതിരെ എന്നുള്ളതല്ല. നമ്മൾ പാലസ്തീന് വേണ്ടി പാടുന്ന ആള്, സിറിയയ്ക്ക് വേണ്ടി പാടുന്ന ആൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യങ്ങൾ ഓരോന്നും എടുത്തു വെച്ചിട്ടുണ്ട്. മ്യാൻമറിലെ ബുദ്ധൻ ആയുധമേന്തി ചുടിചോര മോന്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ വരികളിൽ റോഹിംഗ്യന്മാരെല്ലാം പാവങ്ങളാണ്. എന്താണ് മ്യാൻമറിൽ നടന്നത്? ബുദ്ധൻ എന്ന് പറയുന്ന സമാധാനത്തിൻ്റെ പ്രതീകത്തെ ചുടുചോര മോന്തുന്ന ഒരു ഇതായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പം അതിലൂടെ റോഹിംഗ്യൻ എന്ന് പറയുന്നത് അവർ അതിലൊരു സാഹിത്യമുണ്ട്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പുസ്തകം എഴുതിയ നാടാണിത്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്നത് ബുദ്ധൻ ചിരിക്കുന്നതുകൊണ്ടല്ല, ബുദ്ധന്റെ നാട്ടിൽ പൊക്രാനിൽ അണുസ്ഫോടനം ഉണ്ടാവുമ്പോൾ ബുദ്ധനെതിരെയുള്ള ആശയങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. മ്യാൻമാർ ബുദ്ധന്റെ നാടാണ്, അഹിംസയുടെ നാടാണ്. ആ അഹിംസയുടെ നാട്ടിൽ നിന്ന് ഒരു പറ്റം ആളുകൾ, അവരാരോ ആയിക്കോട്ടെ, പുറത്താക്കപ്പെടുകയും അവർ ലോകത്ത് അലഞ്ഞു കിടക്കുകയും ചെയ്യുമ്പോൾ അത് ഇവിടെ ഏതെങ്കിലും ദേശീയതയ്ക്കെതിരെയല്ല, അങ്ങനെ പുറത്താക്കപ്പെടുന്ന ഒരു സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടി പാടുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? രഞ്ജിത്തെ, അത്ര ലളിതമല്ല വേടൻ്റെ ആ സാഹിത്യം. വേടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എൻ്റെ പട്ടിക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് ബുദ്ധൻ എന്ന പേരാണ് എന്ന് പറയുന്നു. ബുദ്ധൻ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മൾ ബുദ്ധനെ കേരളത്തിലെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു ദളിത ഐക്കണായിട്ടാണ് കൊണ്ടാടുന്നത്. നല്ല കാര്യമാണ്. ഈ ബുദ്ധൻ എപ്പോഴാണ് ദളിത് ഐക്യനാവുന്നത്? അംബേദ്കർ 5 ലക്ഷം അംഗങ്ങളുമായിട്ട് ബുദ്ധമതത്തിലേക്ക് മാറുമ്പോഴാണ്. ആ ബുദ്ധനെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഭീകരവാദികൾ തകർത്തത്. ആ ബുദ്ധൻ്റെ പ്രതിമയാണ് തകർത്തത് അഫ്ഗാനിസ്ഥാനിൽ. ആ ബുദ്ധൻ എന്ന് പറയുന്നത്, ആ ബുദ്ധനെ പട്ടിക്ക് പേരിടുമ്പോൾ ആ പട്ടി ചിലർക്ക് ഹറാമായിട്ടുള്ളതാണ്. ഇതിനകത്തൊരു സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട്. അതിലൂടെ ആരുടെയൊക്കെയോ പ്രീതി പിടിച്ചു പറ്റാൻ ഇയാൾ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. NR മധുവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വേടൻ ഇസ്ലാമിസ്റ്റുകളുടെ സുഡാപ്പികളുടെ ഒരു യന്ത്രമാണ്. അതാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഈ പട്ടിക്ക് ബുദ്ധൻ്റെ പേരിട്ടു, പട്ടി പലർക്കും ഹറാമാണെന്നൊക്കെ പറഞ്ഞുള്ള പോയിൻ്റൊക്കെ എടുത്തു വെച്ചിട്ട് ഇയാളുടെ വിഷയം അതിലാണ് കിടക്കുന്നത്. ഇയാളുടെ മെയിൻ ഫോക്കസ് അങ്ങോട്ടാണ് പോകുന്നത്. ഇയാൾ വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടോ. ഇവിടെ വളരെ ബോധപൂർവമായിട്ട് ഒരു മുസ്ലിം ദളിത് ഐക്യവാദം ഉയർത്തുന്നുണ്ട്. ഈ മുസ്ലിം ദളിത് ഐക്യവാദം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളെ മുസ്ലിം വിഭാഗത്തിലേക്ക് ചേർക്കുക, അതിൻ്റെ ഒരു വക്താവ് കൂടിയാണ് ഈ വേടൻ എന്ന് ഞാൻ സംശയിക്കുന്നു. വേടൻ്റെ പിന്നിൽ വൻ ശക്തികളുണ്ട്. ആരായിരിക്കും? ആ യാതൊരു സംശയവും വേണ്ട, അത് ജിഹാദികളാണ്. യോഗേന്ദ്രനാഥ മണ്ഡലിന്റെ പിന്നിൽ ആരാണോ ഉണ്ടായിരുന്നത്, അതേ ശക്തികളാണ് വേടന്റെ പിന്നിലുള്ളത് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അല്ല, വേടൻ്റെ പിന്നിലോ മുന്നിലോ ആളുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് നടക്കലാണോ കാക്കങ്ങളെ പരിപാടി? കുറേ ആയി ഇത് എത്ര കാലമായി ഇയാൾ ഇപ്പോൾ ഈ പരിപാടി തുടങ്ങി വെച്ചിട്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല വിസിബിലിറ്റി ഉണ്ടാക്കുക.
ഇവരെ ബേസിക്സ് ആണെന്നതാണ്. വേടനെ പറഞ്ഞാൽ കുറച്ച് യൂത്ത് വരുടെ വീഡിയോസ് കാണും. യൂത്തിൻ്റെ ഇടയ്ക്ക് എന്താണെങ്കിലും വേടൻ ഇവർക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ചെയ്യുക, അല്ലെങ്കിൽ വേടൻ കോൺഗ്രസ്സിന് ചിലപ്പോൾ പരിപാടി ചെയ്യുന്നുണ്ടാവും, കമ്മ്യൂണിസ്റ്റിന് ചെയ്യും, BJP ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ വേടനെ 10 പറഞ്ഞിട്ട് അതിനിടയിൽ കൂടി ഇവരുടേതായിട്ടുള്ള കുറേ ആശയങ്ങളും സാധനങ്ങളും അവിടെ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ ഇവരെ തെറി വിളിക്കാനും ചീത്ത പറയാനെങ്കിലും 10 പേര് വീഡിയോ കാണുമല്ലോ. അപ്പോൾ ഇവരുടെ ആശയങ്ങളിൽ ആരെങ്കിലും ഒരാൾ, ശരിക്കും പ്രൊജക്റ്റ് നിങ്ങളുടെയാണ്, വേടൻ്റെ അല്ല, നിങ്ങളിട്ടൊരു പ്രൊജക്റ്റാണിത്, മനസ്സിലായോ? ഇതിങ്ങനൊരു ചെങ്ങായി, ഇതിങ്ങനെ രാവിലെ എണീച്ചിട്ട് വേടൻ്റെ പിന്നിലാളുണ്ട്, വേടൻ്റെ മുന്നിലാളുണ്ട്, വേടനെ നാളെ കക്കൂസ് പോകാനും കൂടി ഇയാൾ സമ്മതിക്കില്ലല്ലോ, പിന്നാലെ പോയിട്ട് എൻ്റെ പിന്നിലാളുണ്ടോ മുന്നിലാളുണ്ടോ എന്ന് ചോദിച്ചിട്ട് നടക്കൂല ഈ കാക്ക. എൻ്റെ പൊന്നെ, ഇങ്ങനെ കുറേ തീവ്ര ഹിന്ദു ചിന്താഗതിയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഒരു ഹിന്ദുവിൻ്റെ അട്ടിപ്പേറാവകാശം ഫുള്ള് എടുത്തിട്ട് തലയിൽ വെച്ച് കൊണ്ടു നടക്കുകയാണ് ഞങ്ങളെ പരിപാടി. ഇന്ന് വേറൊരു ലോക കോമഡി ഞാൻ കണ്ട്, മൈസൂർ പാക്കിൻ്റെ പേര് മാറ്റി മൈസൂർ ശ്രീന്നാക്കിയ പോലെ. എന്ത് ഗതികെട്ട നാടടെ ഇത്, ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഓക്കെ, പിച്ചസ്ഥാനം നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ മൈസൂർ പാക്കിലെ പാക്ക് എന്ന് പറയുന്നത് പാകിസ്ഥാൻ അല്ല, ഈ മണ്ടന്മാരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? അയ്യോ, ഇത് അങ്ങനെ കുറേ അന്തം വിട്ട ടീമുകൾ. രാജസ്ഥാനിലെ ജയ്പൂരിലെ കടയുടമകൾ ഒരു തീരുമാനമെടുത്തു. മൈസൂർ പാക്കിന്റെ പേര് അവരങ്ങ് മാറ്റി. മൈസൂർ ശ്രീ എന്നതാണ് പുതിയ പേര്. ഒപ്പം മോട്ടി പാക്ക്, ഗോണ്ട് പാക്ക് എന്നിവയുടെ പേര് മോട്ടി ശ്രീ, ഗോണ്ട് ശ്രീ എന്നുമാക്കി. സത്യം പറഞ്ഞാൽ മൈസൂർ പാക്കിലെ പാക്കിന് പാകിസ്ഥാനുമായി ഒരു ബന്ധവുമില്ല. പാക്ക് എന്ന് പറഞ്ഞാൽ കന്നഡയിൽ മധുരം എന്നേ അർത്ഥമുള്ളൂ. രാജ്യസ്നേഹത്തിന്റെ പുറത്ത് ചെയ്തതാണെങ്കിലും സംഗതി സോഷ്യൽ മീഡിയയിൽ ആകെ ട്രോളായി. നിങ്ങൾ ആലോചിക്ക്. ഓയ്യോ, ഇനിയിപ്പോ ഈ 6 പാക്ക് എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോ, ഇവരെ മുന്നിൽ പോയി പെട്ടിട്ട് ഇനി എങ്ങാനും 6 പാക്ക് എന്ന് പറഞ്ഞാൽ 6-3 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നടക്കുന്നത് 6-3 അങ്ങനെ പറയേണ്ടി വരും. പാക്കില്ല ഇനി, മനസ്സിലായില്ലേ? ഒരു പാക്കറ്റ് പാൽ എന്ന് പറയരുത്, ഒരു ശ്രീ പാൽ. പാക്കില്ല, പാക്ക് നിർത്തി. പാക്ക് ഒരു കംപ്ലീറ്റ്ലി ഇനി ഇന്ത്യയിൽ ഇപ്പോൾ രാജസ്ഥാനിൽ തുടങ്ങി ഇങ്ങോട്ട് വരും. കാരണം ഈ NR മധുവിനെ പോലുള്ള ടീമുകളല്ലേ അവർ. പാക്ക് ഇനി എവിടെ കേട്ടാലും റോജാശ്രീ, റോജാ പാക്ക്, റോജാശ്രീ അങ്ങനെ ആയിരിക്കും ഇനി പേരുകൾ വരാൻ പോകുന്നത്. നാളെ ജിമ്മിൽ പോയിട്ട് ട്രെയിനറോട് പറയണം 6 പാക്കൊക്കെ സൂക്ഷിച്ചോ, പാക്ക് മാറ്റി 6-3 ഇട്ടാൽ മതി എന്നുള്ളത്. കണ്ടോ, ഇങ്ങനത്തെയൊക്കെ ചിന്താഗതിയുള്ള അട്ടർ മണ്ടന്മാരാണ് ഈ തീവ്ര ഹിന്ദു ചിന്താഗതിയുള്ള ഈ ടീമുകൾ. അതിന് കേരളത്തിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ റിഫ്ലക്ഷൻസ് വരുന്നത്, ഈ NR മധുവിനെ പോലുള്ള കുറേ ഐറ്റങ്ങൾ. ഓക്കെ, ഇനി NR മധു ഒരു സൈഡിലൂടെ ഇങ്ങനെ പോട്ടെ. ഇനി നമുക്ക് വേടനെതിരെ കേസ് കൊടുത്ത ലേഡി അവർ പറയുന്നത് കേൾക്കാം. 5 വർഷം മുമ്പ് ഇത് അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ആയിട്ട് ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തിനെ കപടദേശവാദിയെന്നും ഊരു ചുറ്റുന്നവനും വാളെടുത്തവൻ്റെ കയ്യിൽ രാജ്യമെന്നും എല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും നമ്മുടെ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റിയെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയെയും നമ്മുടെ പടത്തലവൻ്റെ ഐഡൻറ്റിറ്റിയെയും എല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. ഇത് പടത്തലവനെ ചോദ്യം ചെയ്തതോ മോദീനെ വിളിച്ചതിനുള്ള സങ്കടമോ ഒന്നുമല്ല. നേരത്തെ പറഞ്ഞ സെയിം വിഷയം. അതായത് വേടനാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്നാൽ പിന്നെ വേടനെ പിടിച്ചിട്ട് ഈ പാട്ട് ഇത്ര കാലമായിട്ട് ഇവിടെ നെറ്റിൽ കിടക്കുന്ന പാട്ടാണ്. ഇനി ഈ കപടദേശവാദി, നാട്ടിൽ മതജാതി വ്യാധി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മോദി എന്ന് പറഞ്ഞിട്ടൊരു സൈലൻസിന് ശേഷമാണ് ഈ പറയുന്നത്. ഞാൻ മോദിയെക്കുറിച്ച് പറയുന്നേ എന്ന് പറയുന്നുണ്ടോ? മോദി, നീ ഒരു കപടദേശവാദി, നാട്ടിൽ മതജാതവ്യാധി എന്ന് പറഞ്ഞോ? ഇതിൻ്റെ വോയിസ് ഓഫ് വോയിസ്ലെസ്സിൻ്റെ നമ്മളിപ്പോൾ കാണുന്ന വേർഷനകത്ത് ഈ മോദി ഇല്ല. പിന്നെ ഈ സ്റ്റേജിൽ പാടിയപ്പോൾ ഞാൻ ആദ്യം വെച്ച ആ വീഡിയോനകത്ത് നിങ്ങൾ നോക്ക്, മോദി നീ എന്ന് പറയുന്നില്ല, മോദി എന്നേ പറയുന്നുള്ളൂ. അത് ഈ നരേന്ദ്രമോദി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. അങ്ങനെ നരേന്ദ്രമോദി എന്ന് ഫുള്ള് പേര് പറഞ്ഞു, നരേന്ദ്രമോദിയുടെ ഇനി കംപ്ലീറ്റ് പേര് പറഞ്ഞോ? നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞോ? എത്ര മോദി ഉണ്ട്? ഏതെങ്കിലും മോദിനെ കുറിച്ചാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അപ്പം ഇതെന്താ അറിയോ, ഇത് ഒരു ഷോ ഓഫ് ഗിമിക്ക്, അതിലും കൂടുതലൊന്നുമില്ല. പിന്നെ ഇവരാണ് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോദീനെ അപമാനിക്കുന്നത്. ശരിക്കും ഇവർക്കെതിരെയാണ് ഒരു കേസ് ഇപ്പോൾ കൊടുക്കേണ്ടത്. വേടൻ മോദിയെക്കുറിച്ചാണോ പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ല. മോദി എന്നാണ് പറയുന്നത് കേട്ടു,
അതോടുകൂടി ഓടി ഇറങ്ങി. എന്നിട്ട് ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കപട ദേശവാദി, നാട്ടിൽ മതജാതി വ്യാധി, തലവനില്ലാതി നാട് ചുറ്റിടാൻ നിന്റെ നികുതി, വാളെടുത്തവന്റെ കയ്യിൽ ആണ് നാട് പാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എന്ന് പറഞ്ഞാൽ അല്ല മോദീനെ അല്ല മോളെ പറഞ്ഞത്. ഇജൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാണ്. സത്യത്തിൽ എന്താ പറയുക, തിരിച്ചൊരു കേസാണ് കൊടുക്കേണ്ടത്. മോദീൻ്റെ തലയിൽ ഇത് കൊണ്ടുപോയി ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഈ മോക്ക് തിരിച്ചാ കേസ് കൊടുക്കുന്നുണ്ട്. ജാതീയ അടിമത്തം എന്നേ അംബേദ്കറൊക്കെ നിർത്തിയതാണ്. അതിപ്പോൾ ഈ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം എന്ന കാര്യത്തിനേ ഒരു പ്രസക്തിയില്ല. ഇന്ന് സബ്കാ സാത്ത് സബ്കാ വികാസാണ്. എല്ലാവരോടുമൊപ്പം എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും റിസർവേഷൻ നൽകി അദ്ദേഹത്തെ പരിഗണന കൊടുത്തുകൊണ്ടുള്ള എല്ലാ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. വികസിത ഇന്ത്യയാണ് ഇന്ന് നമുക്ക് കാണുന്നത്. ഇതിൽ അടിമത്തം എവിടെയാണുള്ളത്? അടിമത്തത്തിൻ്റെ ഒരു കാര്യമില്ല. ഇത് സബ്കാ സാത്ത് സബ്കാ വികാസ് അല്ലേ ആണ് ഈ പാലക്കാട് നിന്ന് ഇറങ്ങിയിട്ട് വെച്ചു പിടിച്ചോ നോർത്തേക്ക്. ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് നോർത്തിൽ എത്രത്തോളം നടപ്പാക്കിയിട്ടുണ്ട്, നടപ്പിലായിട്ടുണ്ട് നോക്ക്. കേരളത്തിൽ നമ്മൾ മലയാളികളുടെ ഇടയിലായതുകൊണ്ട് ഈ സാധനം കുറച്ച് ഈ പറഞ്ഞ എല്ലാവരും ഒരുപോലെ ആ ഒരു സാധനം ഫീൽ ഉണ്ട്. ഇപ്പം എല്ലാവരും ഇല്ലാത്ത വിഷയമൊന്നുമില്ല. എന്നാലും റീസെൻ്റ്ലി നടന്ന കുറേ ഇഷ്യൂസ് നിങ്ങളെടുത്ത് ഇക്വേറ്റ് ചെയ്ത് നോക്കിക്കോ. ഇവിടെ ശരിക്കും ഈ പറഞ്ഞ ജാതിയുടെ വിഷയങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു അടിമത്വം എന്ന് പറഞ്ഞ കാര്യം ഒരു ജാതിയിൽ മാത്രം പറഞ്ഞു പോകേണ്ട ഒരു വിഷയമല്ല. ഇപ്പം നിങ്ങൾ കാണിച്ചാൽ എന്താ, നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണ്, നിങ്ങളെ കയ്യിൽ പവറുണ്ട്, നിങ്ങൾ ആ പവർ നന്നായിട്ട് ഉപയോഗിച്ചു. അപ്പം നിങ്ങൾ ബാക്കിയുള്ളവരെ ഒരു ഞാൻ മുതലാളി നീ അടിമ എന്ന കണ്ണിൽ കാണുന്നതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാനൊന്നും പറയുന്നില്ല. ഒരു സൈഡിൽ വെട്ടി ബച്ചാവ് വെട്ടി പെടാവ് എന്നൊക്കെ പറഞ്ഞ് പോയിരുന്നൊരു മനുഷ്യനാണ് ഇയാൾ, നമ്മളെ പ്രൈം മിനിസ്റ്റർ. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ സബ്കേ സാത്ത് സബ്കാ വികാസമൊക്കെ നമ്മൾക്ക് മധുവിന്റെ പേരെടുത്ത് പറഞ്ഞു പറയണം. മധുവിന്റെ കാട് കെട്ടവന്റെ നാട്ടിൽ എന്നല്ല പറയണ്ടേ. മധു എന്തിനാണ് മരിച്ചത്? ആ മധുവിനൊരു മോചനം. ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട്. ആ മധുമാരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് റാപ്പർ വേടൻ. മധുവിന്റെ കാര്യം കൃത്യമായി തന്നെ ഇത്തരം പാട്ടുകളിലൂടെ വേടൻ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. പക്ഷെ അതൊന്നും പുറത്തു വന്നില്ലല്ലോ. ഇതേ പാട്ടിലുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന 2020 വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുമെന്ന് പറയുന്ന മധുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ. കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേടൻ പാടേണ്ടിയിരുന്നു മധുവിനെക്കുറിച്ച് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടല്ല പാടേണ്ടിയിരുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെക്കുറിച്ച് പതുക്കെ പാടി. അതെന്തിനാണ് മധുവിനെക്കുറിച്ച് പതുക്കെ പാടിയത്? മധുവിനെക്കുറിച്ച് കുറച്ചുകൂടി ഉറക്കെ പാടണം. ചേച്ചി നാളെ പാടാൻ പഠിപ്പിച്ചു കൊടുക്കുക. വേടൻ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഈ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് എങ്ങനെ റാപ്പ് ചെയ്യാം, എങ്ങനെ പാടാം എന്നൊക്കെ ഒന്ന് പഠിച്ചിട്ട് വാ. ചേച്ചി പാട്ട് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ വേടനെ. മധുവിനെ പറഞ്ഞൊന്നും ചേച്ചിക്ക് ഇല്ല. ചേച്ചിക്ക് ആയിരുന്നു ചേച്ചി ആകെ കേട്ടത് ആരോ കട്ട് ചെയ്തിട്ട് വാട്സാപ്പിലെങ്ങാണ്ട് ഈ ചേച്ചിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മോദി എന്ന് പറഞ്ഞു കൊടുക്കുക കേസ്. മനസ്സിലായ? കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുന്നുള്ള വരിയൊന്നും മൂപ്പത്തിയാർക്ക് അതിനെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ല. ഈ പറഞ്ഞ ആങ്കർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മൂപ്പത്തിയാർ മധുവിനെ കുറിച്ച് ഇപ്പൊ താക്കോൽ എവിടെ ഇരിക്കണേ എന്നുള്ള മൂടിൽ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോറി ടു സേ, പാലക്കാട് നഗരസഭയുടെ ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് നൈറ്റ് സംഘടിപ്പിച്ചപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ. അതിനുശേഷം അവിടുത്തെ ബെഞ്ചുകൾ തകർത്തപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കി. ഞങ്ങൾ നഗരസഭയുടെ കൗൺസിലർമാർ അവിടെ പോയി നോക്കി. അവിടെ പോയപ്പോൾ തകർന്നു കിടക്കുന്ന ബെഞ്ചുകളാണ് കണ്ടത്. അതോടൊപ്പം തന്നെ നിരവധി ആളുകളെ മദ്യക്കുപ്പികളും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് വരെ നടത്തുന്ന ആളുകൾ പൂർണ്ണമായിട്ട് ലക്ക് കെട്ട നിലയിലായിരുന്നു. ഞാനൊരു ഇന്ത്യൻ സിറ്റിസണാണ്. എൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചാൽ ഞാൻ പ്രതികരിക്കും. ഞാൻ അതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കണമെന്ന് രഹസ്യാന്വേഷണ ഏജൻസിയോട് ആവശ്യപ്പെടേണ്ടത് എൻ്റെ കടമയാണ്. അത് ഞാൻ ചെയ്തു. ഇത് രഹസ്യാന്വേഷണ കമ്മീഷന് ഇത് കൊടുക്കുന്നതൊക്കെ, ഏജൻസിക്ക് ഇത് കൊടുക്കുന്നതൊക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലേ. ഈ NR മധുവിനെ പോലുള്ളവരും സംഘപരിവാറിൻ്റെ കുറച്ച് ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് വിഭാഗത്തിൻ്റെ സുഡാപ്പികളുടെ ഒരു ഫേസ് ആയിട്ടാണോ ഈ വേടൻ വളരുന്നത്? അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവരും തമ്മിൽ എന്തെങ്കിലും ടൈപ്പുണ്ടോ? ഇപ്പം ഈ പാലക്കാട് നടന്ന പരിപാടിയിൽ ഭയങ്കരമായിട്ടുള്ള ക്രൗഡും കൂടിയും കണ്ടതോട് കൂടിയിട്ട് ഇവരെ കിളിവാറി. ഓക്കെ, എനിക്ക് ഉറപ്പാണ് ആ ഒരു പ്രോഗ്രാമൊക്കെ മിക്കവാറും പൊട്ടിച്ച് കളഞ്ഞിട്ടുള്ളത് ഇവരുടെയൊക്കെ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ കാണുമായിരിക്കും.
പറയാൻ പറ്റില്ല, പാർട്ടിക്കാരൊക്കെ ഇടപെട്ടിട്ട് അങ്ങനെ ഇപ്പോൾ പരിപാടി നടക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അലങ്കോലാക്കി. കാരണം ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേടൻ നിലത്തിരുന്നിട്ട് ലിറ്ററലി അയാൾ ഡെസ്പാണ്. കാരണം ഒരു കലാകാരന് അയാളെ കല ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ പല സ്റ്റേജുകളിലും. വാണ്ടഡ്ലി ഒക്കെ ആയിട്ട് കുറേ ആളുകൾ ഇത് അയാളുടെ എല്ലാ ഷോസും മുടക്കുന്ന രീതിയിലാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ കുറേ അന്തം വിട്ട ഫാൻസ് വേടൻ്റെ കാലിൽ വീഴുന്നുണ്ട് പോയിട്ട്. ഇനി വേടനെ നാളെ ദൈവമാക്കി പിടിക്കുമെന്നുള്ളതും എനിക്ക് അറിയാൻ പാടില്ല. അയാൾ പറയുന്നത് പൊളിറ്റിക്സ്, അയാൾ പറയുന്ന രാഷ്ട്രീയം, അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് മൂർച്ചയുണ്ട്. മനസ്സിലായോ? അത് നമുക്കും പറയാൻ പറ്റണം. അതാണ് വേണ്ടത്. ഇത് മറ്റേ പരിപാടിയാണ്. വേടൻ പറയുന്നുണ്ടല്ലോ, നമുക്ക് വേണ്ടി വേടൻ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ വേടനെ കൈ അടിച്ചിട്ട് വേടനെ നാളെ ദൈവമാക്കിയിട്ട് കാലിൽ വീഴാം. നോ, ഒരു വേടനല്ല, വേടൻ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു വേടൻ പോരിൽ ചത്താൽ 1000 വേടനായി വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 1000 വേടൻ എന്ന് പറയുന്നത് നമ്മളെ പറയുന്നത്. നമുക്കൊക്കെ പറയാനുള്ള ഇൻട്രിയോടെ എന്താ പറയാൻ, എന്താ അത്ര വലിയ പേടി മടി? പറയാനുള്ളത് പറയണം, പറഞ്ഞിട്ട് തീർന്നു പോകണമെങ്കിൽ തീർന്നു പോട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ അതേമാതിരി വാലും പൊക്കി വരുന്ന പശുക്കളും ചാണകരൊക്കെ ഇഷ്ടംപോലെ കൊള്ളാനും റെഡി ആവണം. മനസ്സിലായോ? ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യാം, മാന്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം, കാര്യമുള്ള കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാം. ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് ഒരു കൺസ്ട്രക്റ്റീവ് അല്ലാത്ത രീതിയിലോ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ കളിപാളും. ഓക്കെ, അപ്പോൾ വേടൻ്റെ കാര്യത്തിൽ സംഘിന് വേറെ വിഷയങ്ങളൊന്നുമില്ല, പേടിയാണ് അവരുടെ വിഷയം. ഓക്കെ, പിന്നെ കുറച്ച് വിസിബിലിറ്റി കിട്ടണം, അതാണ് ആവശ്യം. വേടൻ നല്ല ക്രൗഡുണ്ട്, നല്ല ട്രാക്ഷൻ വരുന്നൊരു സംഗതിയാണ്. ഞങ്ങൾ കുറച്ച് നേതാക്കന്മാർ ഇറങ്ങിത്തിരിക്കട്ടെ, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് അറിയിക്കട്ടെ. യൂത്ത് എന്താണെങ്കിലും വേടനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് വീഡിയോ കാണുമല്ലോ, അപ്പം അതിനിടയിൽ കൂടി നമ്മൾ 4 ഐഡിയയും കൂടി വയ്ക്കാം. 100,000 ആൾ കാണുന്ന ഒരു വീഡിയോ ആണെങ്കിൽ 1-2 ഇവർ പറയുന്നത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചാൽ അത് ഞങ്ങളെ സക്സസ് എന്ന് വിചാരിച്ചിട്ടുള്ള കുരുട്ട് ബുദ്ധി പരിപാടിയാണ് ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.